ഓഫീസിലെ ഭൂമിയല്ല, ഇത് ഇവിടുത്തെ പാർലമെന്റ് ഭൂമിയാണ്. KPCC ഓഫീസിലെ ഭൂമിയല്ല, ഇത് ഇവിടുത്തെ പാർലമെന്റ് ഭൂമിയാണ്. ഇപ്പം ഉദ്യോഗസ്ഥർക്ക് അനധികൃത കണ്ടിട്ടുണ്ട്. നിലവിലുള്ള കരാർ തുടർന്നു പോകുന്നതിന് കൗൺസിൽ തീരുമാനിക്കുന്നു. 1.5 ഏക്കർ ഭൂമി 4000 രൂപ കൊടുക്കുന്നത് മാത്രമല്ല, നഗരസഭയോട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന മുഴുവൻ നിയമങ്ങളുടെ ഇത് അഴിമതിയാണ്. ഒരു കാരണവശാലും ഇത് അംഗീകരിച്ചു കൊടുക്കരുത്. തിരുവല്ല നഗരസഭയുടെ കൗൺസിൽ യോഗത്തിൽ വലിയ ബഹളങ്ങളൊക്കെ നടക്കുന്നത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ പാർക്കിനെ ചൊല്ലിയാണ്. ഏതാണ്ട് 1 ഏക്കർ 36 സെന്റ് ഭൂമി വരും ഈ പാർക്ക്. തിരുവല്ലയുടെ കണ്ണായ ഭൂമിയാണ്. പുഷ്പഗിരി ആശുപത്രി, പബ്ലിക് സ്റ്റേഡിയം, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനൊക്കെ സമീപമുള്ള, ബൈപ്പാസിന് സമീപമുള്ള ഈ പാർക്ക്. എന്താണ് LDF ഉയർത്തുന്ന അഴിമതി ആരോപണം? വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 1 ഏക്കർ 36 സെന്റ് വരുന്ന ഈ ഭൂമി കരാറുകാരന് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് തിരുവല്ല നഗരസഭ കേവലം 4000 രൂപയ്ക്ക്. ഓർക്കണം, തിരുവല്ലയിൽ ഏതാണ്ട് സ്ക്വയർ ഫീറ്റിന് ആയിരങ്ങളാണ് വാടക ഈടാക്കുന്നത്. അത്തരമൊരു നഗരത്തിൽ കേവലം 4000 രൂപയ്ക്കാണ് 2040 വരെ ഈ പാർക്ക് വാടകയ്ക്ക് കൊടുക്കുന്നത്. ഇത് തന്നെയാണ് LDF പ്രധാനമായി അഴിമതിയായി ആരോപിക്കുന്നത്. അതേം LDFന്റെ എന്താണ് ഉയർത്തുന്ന വാദങ്ങളെന്ന് നമുക്കൊന്ന് കേൾക്കാം. യഥാർത്ഥത്തിൽ ഇതിനകത്തുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം 2017 ആദ്യം 5 വർഷം ഈ കരാർ നടത്തുന്നതിന് വേണ്ടി പത്രത്തിൽ പരസ്യം കൊടുത്തത്. 2017 3 പേര് ഇതിന് വേണ്ടി അപേക്ഷിച്ചു. അന്നത്തെ ചെയർപേഴ്സൺ ആയിരുന്ന ശ്രീ KV വർഗീസ് ഇവരെ 3 പേരെയും ചർച്ചയ്ക്ക് വിളിച്ച് മുൻകൂർ അനുമതിയോടുകൂടി ശ്രീ ചന്ദ്രലാൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവിന് കൊടുത്തു. അത് 2 മാസത്തിന് ശേഷം ഒരു കരാർ പുതുക്കി അത് 10 വർഷത്തേക്ക് നീട്ടിക്കൊടുത്തു. ഈ മുൻകൂർ അനുമതി ഇവിടുത്തെ കൗൺസിലിൽ പാസ്സാക്കിയെടുത്തു. പക്ഷേ 10 വർഷത്തേക്ക് ചട്ടലംഘനമായി കൊടുത്തപ്പോൾ അതിനെ ഇവിടുത്തെ ഇടതുപക്ഷ കൗൺസിലർമാർ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി. അതിനുശേഷം 2018 വീണ്ടും ഇത് 20 വർഷത്തേക്ക് 2020 20 വർഷത്തേക്ക് നീട്ടിക്കൊടുത്തു. എന്ന് പറഞ്ഞാൽ 5 വർഷത്തേക്കാണ് ഇതിന്റെ നടത്തിപ്പ് എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിക്കുക, തന്റെ ഇഷ്ടക്കാർക്ക് ഈ കരാർ കൊടുക്കുക. അതിനുശേഷം 20, 10, 30, 20 വർഷത്തേക്ക് കൂട്ടിക്കൊടുത്തപ്പോൾ ഏകദേശം 30 വർഷക്കാലത്തേക്ക് ഇതിന്റെ കരാർ എന്ന് പറഞ്ഞാൽ 2020 20 വർഷത്തേക്ക് നീട്ടിക്കൊടുത്തപ്പോൾ 2040 വരെ ഈ കരാർ നിലനിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ 5 വർഷം എന്ന് പറഞ്ഞ് നോട്ടീസ് വിളിക്കുകയും അത് 2020 വരെ നീണ്ടു നിൽക്കുന്ന കരാറാകുമ്പോൾ എത്രയോ പേർ ഇത്രയും ദീർഘനാൾ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ വന്നേനെ, ഈ കൊട്ടേഷനിൽ പങ്കെടുക്കാൻ വന്നേനെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു ഒളിച്ചുകളിയായിരുന്നു. മറ്റൊന്ന്, അന്ന് നിലവിൽ ഈ കരാർ പുതുക്കി കൊടുക്കുമ്പോൾ ഇവിടെ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട മറ്റൊരു കരാർ ലംഘനം നടത്തിയ ആളായിരുന്നു. അതായത് ഇവിടുത്തെ നമ്മുടെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് അയാളുമായി ഉണ്ടാക്കിയ കരാറിൽ ചട്ടലംഘനം നടത്തിയതിന്റെ പേരിൽ ആ കരാറിലെ റദ്ദാക്കി നിൽക്കുന്നയാളായിരുന്നു ഈ ചന്ദ്രലാൽ. അഴിമതി ആരോപണവും ചട്ടലംഘനത്തിന്റെ ആരോപണവും ഒക്കെ LDFന്റെ മാത്രം ആരോപണമാണോ? അല്ല, നഗരസഭാ സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട, പാർക്കുമായി ബന്ധപ്പെട്ട ചട്ടലംഘനം നടന്നുവെന്ന്. സെക്രട്ടറി ഇക്കാര്യം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കൃത്യമായി പറയുന്നുമുണ്ട്. ഇനി സെക്രട്ടറി എന്താണ് നഗരസഭാ യോഗത്തിൽ പറഞ്ഞതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ എന്റെ റിപ്പോർട്ട് ഈ കൗൺസിൽ തുടങ്ങി ഇത്രയും നേരമായിട്ട് എന്റെ റിപ്പോർട്ട് തെറ്റാണെന്ന് ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല, ഇപ്പോഴും പറയുന്നില്ല. ഞാൻ പറഞ്ഞ എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഉത്തമ ബോധ്യമുള്ള സത്യസന്ധമാണെന്ന് എനിക്ക് തോന്നിയ ഒരു വിവരമാണ് ഞാൻ കൗൺസിൽ റിപ്പോർട്ട് ചെയ്തത്. അതിന്റെ എല്ലാ ഫർദർ കോൺസിക്വൻസും ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ കൗൺസിൽ ഇനി എടുക്കുന്ന തീരുമാനത്തിൽ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് പറയാൻ എനിക്ക് പറ്റില്ല. എന്റെ തീരുമാനത്തിൽ ഞാനിപ്പോഴും പറയുന്നു, അന്ന് എടുത്ത തീരുമാനം. പിന്നെ ബഹുമാനപ്പെട്ട പാർക്ക് നിയമവിരുദ്ധമാണ് എന്ന് ആ സ്റ്റാൻഡിൽ തന്നെ സെക്രട്ടറി തുടരുന്നു. ആദ്യം പറഞ്ഞില്ലല്ലോ, ഞാൻ ഇതുവരെയും പറഞ്ഞില്ല, ചർച്ചയിൽ പങ്കെടുത്തു. ഞാൻ ഇന്നത്തെ ഈ വിഷയം ഉപസമിതിയുടെ ചർച്ച ആയതുകൊണ്ട് ഉപസമിതിയുടെ മേളിൽ ഞാൻ അഭിപ്രായം പറയില്ല, അത്രയും ഞാൻ പറയുന്നുള്ളൂ. ഉപസമിതിയുടെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഇവിടെ തന്നതേ ഉള്ളൂ. തീരുമാനം എടുക്കേണ്ട കൗൺസിലാണ്. കൗൺസിലിലെ സെക്രട്ടറി തന്നെയാണ്. സെക്രട്ടറി ഇവിടെ വന്നിരിക്കുമ്പോൾ ഉപസമിതിയുടെ റിപ്പോർട്ട് ഉള്ളതുകൊണ്ട് സെക്രട്ടറി താഴെ പോയി താഴെ വേണ്ട. ഇവിടെ ഉപസമിതിയുടെ റിപ്പോർട്ട് വെച്ചതേ ഉള്ളൂ. കൗൺസിലാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അഭിപ്രായം പോലെ സെക്രട്ടറിമാരുണ്ടായി. ഞാനെന്റെ റിപ്പോർട്ടിൽ ഒരിടത്തും പോലും അഴിമതിയും പറഞ്ഞിട്ടില്ല. എന്റെ റിപ്പോർട്ട് വായിക്കാത്തതിന്റെ പ്രശ്നം. ഞാൻ ഒരു സർക്കാർ ഉദ്യോഗത്തിന് എങ്ങനെയാണ് കൗൺസിലിൽ അഴിമതി എന്ന് പറയുന്നത്? ഞാൻ അതിന് പറഞ്ഞിട്ടില്ല. ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് അന്നും പറഞ്ഞു, ഇപ്പോഴും പറയുന്നു, എപ്പോഴും പറഞ്ഞു.
അദ്ദേഹം ആരും പറഞ്ഞില്ലല്ലോ, ഇതുവരെയും പറഞ്ഞില്ല. പിന്നെ രണ്ടാമത് പറഞ്ഞത് ഉപസമിതിയുടെ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്ന ബഹുമാനോട് കൗൺസിൽ പറഞ്ഞു ശരിയാ, കൗൺസിലാണ് ആ തീരുമാനം വന്നില്ല. അതെ, നഗരസഭാ കൗൺസിലിൽ തന്നെയാണ് ഒരു സെക്രട്ടറി പറയുന്നത് ചട്ടലംഘനം നടന്നിട്ടുണ്ടെന്ന്. LDFും ആരോപിക്കുന്നത് അത് തന്നെയാണ്. കരാറുമായി ബന്ധപ്പെട്ട ചട്ടലംഘനം നടന്നിട്ടുണ്ട്, നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളുണ്ടെന്നും പിന്നിൽ അഴിമതിയുണ്ടെന്നാണ് LDFിന്റെ ആരോപണം. തിരുവല്ല നഗരസഭ പാർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവല്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ശക്തമായ എതിർപ്പാണുള്ളത്. എതിർപ്പിൻ്റെ രണ്ട് രീതിയിലാണ് ഞങ്ങൾ കാണുന്നത്. ഒന്ന് അതിനകത്തെ നിയമവിരുദ്ധ പ്രവർത്തനവും മറ്റൊന്ന് അതിനകത്തെ അഴിമതിയുമാണ്. നിയമവിരുദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നിലവിൽ 2017 5 വർഷത്തേക്ക് 2000 രൂപ നിരക്കിലാണ് കൊടുത്തത്. അത് തൊട്ട് അടുത്ത വർഷം 5 വർഷത്തേക്ക് നമ്മൾ ഒരു കരാറ് വെച്ചാൽ 5 വർഷം അടുക്കാറാവുമ്പോഴാണ് പുതുക്കേണ്ടി വന്നാൽ പുതുക്കേണ്ടത്. അത് 2017 5 വർഷം കൊടുത്ത കരാറ് 2018 അത് 10 വർഷമാക്കി ഉയർത്തുന്നു. സ്വാഭാവികമായും അതൊരു നിയമ സംവിധാനങ്ങൾക്ക് വിരുദ്ധമാണ്. കരാറ് 5 വർഷക്കാലം ചെയ്ത് വീണ്ടും 4 വർഷം ബാലൻസ് നിൽക്കുമ്പോഴാണ് 10 വർഷത്തേക്ക് അധികമായി കൊടുക്കുന്നത്. അപ്പോൾ 15 വർഷമായി. അതിനുശേഷമാണ് ഇത് 2020 2 വർഷം കൂടെ കഴിയുമ്പോൾ 2020 അത് വീണ്ടും 20 വർഷത്തേക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തു. അപ്പം മൊത്തം 35 വർഷമാണ്. 3 വർഷക്കാലം കൊണ്ടാണ് മാറി മാറി കൗൺസിലിനകത്ത് കൊണ്ടുവന്നും ഇതൊരു കരാർ ഇത്തരത്തിൽ വർദ്ധിപ്പിച്ചു കൊണ്ടുപോയിട്ടുള്ളത്. അത് സ്വാഭാവികമായും നിയമവിരുദ്ധമായ പ്രവർത്തനമാണ് കാണിച്ചിട്ടുള്ളത്. രണ്ടാമത്, ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ സ്വാഭാവികമായും അതിനൊരു ബൈലോ ഉണ്ടാവണം. നഗരസഭയുടെ ആസ്തികൾ, നഗരസഭയുടെ പേരിലുള്ള ആസ്തികൾ വാടകയ്ക്ക് കൊടുക്കുന്നതിന് സ്വാഭാവികം ബൈലയുണ്ട്. അതായത് പൊതുവിലൊരു ബൈലയുണ്ട്. ആ ബൈലോ പ്രകാരം എങ്ങനെയാണ് നഗരസഭയുടെ പബ്ലിക് സ്റ്റേഡിയം പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് നഗരസഭയുടെ പ്രൈവറ്റ് സ്റ്റാൻഡ് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് നഗരസഭയുടെ പൊതു സ്വത്ത് എല്ലാം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് നടത്തി പറയുന്നുണ്ട്. എന്നാൽ അതിൻ്റെ നിന്നും വ്യത്യസ്തമായി ആ ബൈലോയ്ക്കകത്ത് നിൽക്കാത്ത പുതിയൊരു സംവിധാനം എന്ന് പറഞ്ഞാൽ 35 വർഷക്കാലത്തേക്ക് നഗരസഭയുടെ ഒരു കണ്ണായ ഭൂമി മറ്റൊരാൾക്ക് കരാറ് കൊടുക്കുമ്പോൾ അതിന് പ്രത്യേകം ബൈലോ ഉണ്ടാവണം. ഇവിടെ ബൈലോ ഉണ്ടായിട്ടില്ല. ബൈലോ ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, ഒരു ഘട്ടത്തിലും ഇതിനകത്തൊരു നിയമോപദേശം തേടിയിട്ടില്ല. അത് മാത്രമല്ല, നഗരസഭയ്ക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നിയമപ്രകാരം നിൽക്കുന്ന വ്യവസ്ഥയ്ക്ക് നിന്നുകൊണ്ട് ഒരു നിയമം രൂപീകരിക്കുന്നതിനകത്ത് തർക്കമില്ല. അതിനതീതമായി മറ്റൊരു കരാറിൽ ഏർപ്പെടുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക അനുമതി വാങ്ങണം. ത്രിതല പഞ്ചായത്തിൽ നിലനിൽക്കുന്ന നിയമങ്ങൾക്ക് വിധേയപ്പെട്ട് സർക്കാർ ഓർഡർ പ്രകാരമോ നഗരസഭാ ചട്ടത്തിന് പ്രകാരമോ ഒരു തീരുമാനം എടുത്താൽ, പുതിയൊരു കരാറിൽ ഏർപ്പെട്ടാൽ അത് തുടരാം. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു കരാറിൽ ഏർപ്പെടുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി വാങ്ങണം. അത് ഇതിനകത്ത് പാലിച്ചിട്ടില്ല. അതും നിയമവിരുദ്ധമാണ്. ദീർഘകാല അടിസ്ഥാനത്തിലേക്ക് ഒരു വ്യക്തിയുടെ താല്പര്യത്തിനനുസരിച്ച് നഗരസഭയ്ക്ക് ഒരു ലാഭവുമില്ലാതെ ഒരു വ്യക്തിയുടെ തീരുമാനപ്രകാരം കരാറ് മാറ്റി ദീർഘകാലത്തേക്ക് കൊടുത്തതും സ്വാഭാവികമായും നിയമവിരുദ്ധമാണ്. ഒരു ഘട്ടത്തിലും ഇതിനകത്ത് ഏതെങ്കിലും വക്കീലിൻ്റെ നിയമോപദേശമോ ഓഡിറ്റേഴ്സിൻ്റെ നിയമോപദേശമോ സംസ്ഥാന സർക്കാരിൻ്റെയോ ഒരു സർക്കാർ സംവിധാനത്തിൻ്റെയും നിയമ സംവിധാനത്തിൻ്റെയും നിയമോപദേശം ഇതുമായി ബന്ധപ്പെട്ട് വാങ്ങിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഇതിനകത്ത് നഗരസഭയുടെ ഒരു ആസ്തിയാണിത്. ആസ്തി ഇത്രയും വർഷത്തേക്ക് ഒരാൾക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നഗരസഭയ്ക്ക് വലിയ നഷ്ടമാണ്, കോടികളുടെ നഷ്ടമാണ്. അതോടൊപ്പം തന്നെ BOT വ്യവസ്ഥ എന്ന് പറയുമ്പോഴും താൽക്കാലിക കരാർ മാത്രമാണ്, ഒരു സ്ഥിരം കരാറല്ല. ആ കരാറുമായി ബന്ധപ്പെട്ട് ഒരു BOT വ്യവസ്ഥ ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭയ്ക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇത്തരമൊരു തീരുമാനം നഗരസഭയുടെ ഉത്തമ താല്പര്യത്തിന് ഒന്നുമല്ല. അതാണ് ഇതിനകത്ത് നിരവധിയായ ചട്ടലംഘനം വിവിധ തലത്തിൽ ഇതിനകത്ത് ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് കാണിച്ചിട്ടുണ്ട്. കേസ്മാർട്ടിൽ വന്ന പുതിയ സാഹചര്യത്തിലും ഇതിനകത്ത് നിയമവിരുദ്ധമാണ് എന്ന് കാണിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് തനതായ ഏതെങ്കിലും ആവശ്യത്തിന് വിനിയോഗിക്കേണ്ടി വരുന്ന പക്ഷം കരാറുകാരിൽ നിന്നും ഒഴിപ്പിക്കുന്നതിന് കരാറിൽ വ്യവസ്ഥ വച്ചിട്ടില്ല. നഗരസഭയ്ക്ക് നാളെ പൊതു ആവശ്യത്തിന് ഇത് ഉപയോഗിക്കേണ്ടി ആവശ്യം വന്നാൽ ഈ സ്ഥലം നഗരസഭയ്ക്ക് തിരിച്ചു കൊടുക്കാം എന്ന് കരാറിൽ സ്വാഭാവികമായും വെക്കേണ്ടതാണ്. അങ്ങനെ ഒരു കരാർ വെച്ചിട്ടില്ല. എന്ന് വെച്ചാൽ നഗരസഭയുടെ ആസ്തി നഗരസഭയുടെ സംരക്ഷണയെ നിലനിർത്തുന്ന നിലയിലുള്ള ഒരു നിയമവുമില്ല. 35 വർഷത്തിന് മുന്നേ തന്നെ ഇദ്ദേഹം കോടതിയിൽ പോയി ഇത് അദ്ദേഹത്തിന് അനുകൂലമായി ഈ വസ്തു മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇതാണ് ഒരു വശം. രണ്ടാമത്തെ വശം എന്താണ്? രണ്ടാമത്തെ വശം അവിടെ ഒരു കുഴിയായിരുന്നു എന്നും
ഇദ്ദേഹവുമായി കരാർ വെച്ചെന്നും ഈ കരാറിനകത്ത് ഇദ്ദേഹം മണ്ണിട്ട് നികത്തി ബിൽഡിംഗ് പണിതുവെന്നും അദ്ദേഹത്തിന് നഷ്ടമുണ്ടായി എന്നുമാണ് ഇവിടെ യു ഡി എഫിൻ്റെ വാദം. യു ഡി എഫിൻ്റെ വാദം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ തിരുവല്ലയിലെ മണ്ഡലത്തിൻ്റെ സെക്രട്ടറിയാണ് കരാറുകാരൻ. ആ കരാറുകാരൻ, ഞാൻ ചോദിക്കുന്നത്, ഒരു ഭൂമി അവിടെ എന്തെങ്കിലും നിർമ്മാണം നടത്താൻ ഒരു വ്യക്തിയുമായി കരാർ വെക്കണമെന്നുണ്ടെങ്കിൽ കരാറിൽ പറയണം. നമ്മൾ പ്രൈവറ്റ് സ്റ്റാൻഡിൽ ഒരു ബിൽഡിംഗ് വെക്കാൻ പോകുമ്പം അവിടെ ബിൽഡിംഗ് വെക്കുന്നു, ഇത്ര മണ്ണിടുന്നു, ഇത്ര കല്ലിറക്കുന്നു, ഇങ്ങനെയല്ല കരാർ വെക്കേണ്ടത്. ഇത് യു ഡി എഫ് പറയുന്നത് അവിടെ മണ്ണിട്ട് നികത്തി അവിടെ 3-4 ബിൽഡിംഗ് വെച്ചു എന്ന് വെച്ചാൽ നഗരസഭയെ വെച്ച കരാർ ശരിയല്ല. എന്നാൽ ആ കരാറിന് ഒരു കരാറിന്മേൽ മറ്റൊരു കരാർ വെക്കുമ്പോൾ ആ കരാർ റദ്ദാകും. മനസ്സിലായല്ലോ, മറ്റൊരു കരാർ വെക്കാൻ പാടില്ല. അപ്പോൾ സ്വാഭാവികമായും നിരവധി കരാറാണ്. അവിടെ കുറേ കടകൾ പണിതിട്ട് ഈ കടയെല്ലാം വാടകയ്ക്ക് കൊടുക്കുവാണ്. ഈ നഗരത്തിനകത്ത് ഒരു ഇത്ര സ്ക്വയർ ഫീറ്റ് കടയെന്ന് പറഞ്ഞാൽ കുറഞ്ഞത് 25,000-20,000 രൂപയാണ്. എത്ര കടമുറിയാണ് അവിടെ ഉള്ളത്? അവിടെ സ്ഥിരമായിട്ട് അവിടെ ടിക്കറ്റ് കൊടുക്കുകയോ ഏർപ്പാടോ ഒന്നുമില്ല. അവിടെ ഒരു പാർക്ക് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ടിക്കറ്റ് വെച്ച് പ്രവർത്തിച്ചു പോകണം. വെള്ള പേപ്പറിൽ ടിക്കറ്റ് എഴുതി കൊടുക്കുകയാണ് നഗരസഭയുടെ പാർക്കിനകത്ത്. എന്ന് വെച്ചാൽ നിരവധി തവണ ഓഡിറ്റും മറ്റേതും എല്ലാം പറഞ്ഞിട്ടുണ്ട്. നഗരസഭയുടെ പാർക്കിനകത്ത് നിയമവിരുദ്ധതയുണ്ട്, അതിനകത്ത് അഴിമതിയുണ്ട്. കൂടുതലൊന്നും പറയുന്നില്ല. തിരുവല്ല പട്ടണത്തിൽ 1 ഏക്കർ 36 സെന്റ് സ്ഥലം 4,000 രൂപയ്ക്ക് 35 വർഷക്കാലത്തേക്ക് കൊടുക്കുകയാണ്. ചാലക്കുഴി ബസാർ തിരുവല്ല നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു ചെറിയ മാർക്കറ്റാണ്. അവിടെ ഫ്രൂട്ട്സ് വിൽക്കുന്ന ഒരാൾക്ക് ഡെയിലി 500,000 രൂപയാണ്. ഫ്രൂട്ട്സ് കച്ചവടക്കാരന് ഒരു കൊട്ട വെക്കാൻ മാത്രമുള്ള സ്ഥലത്ത് കൊടുത്തിരിക്കുന്നത് 500,000 രൂപയാണ്. അപ്പോഴാണ് ഇവിടെ 1 ഏക്കർ 36 സെന്റ് ഭൂമി ഒരു മാസം 4,000 രൂപയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നഗരത്തിലെ പൊന്നുമ്പലയുള്ള ഭൂമി കോൺഗ്രസ് നേതാവിന് വേണ്ടി UDF തുടർച്ചയായി അഴിമതി നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിന് അനുകൂല നിലപാട് BJP സ്വീകരിക്കുകയാണ്. സ്വാഭാവികമായും നഗരം കണ്ട ഏറ്റവും വലിയ അഴിമതി കോൺഗ്രസ് നടത്തുമ്പോൾ ആ കോൺഗ്രസിന്റെ നടപടിക്കെതിരെ UDF എങ്ങനെ പ്രതിഷേധിക്കേണ്ടത്? വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തണം. ഇവിടെ ഓംബുഡ്സ്മാനിൽ കേസ് നടക്കുമ്പോഴും മറ്റ് കേസ് നടക്കുമ്പോഴും LDF കൗൺസിലർമാരൊഴികെ ബാക്കി മുഴുവൻ കൗൺസിലർമാരും പോവുകയാണ്. അവിടെയും അന്നും UDF അതിൻ്റെ ഭാഗമാണ്. എന്ന് വെച്ചാൽ BJP UDFന് അനുകൂലമായി നടപടി സ്വീകരിക്കുന്നു. ഇവിടെ നമ്മൾ കാണേണ്ടത് ഒരു വശത്ത് കോൺഗ്രസ് UDF അഴിമതി നടത്തുന്നു, മറുവശത്ത് BJP അഴിമതിയെ സഹായിക്കുന്നു. ഈ ഒരു മനസ്സും 2 ശരീരമുള്ള പ്രവർത്തനമാണ് തിരുവല്ല നഗരസഭയിൽ നടന്നു പോകുന്നത്. സെക്രട്ടറിയുടെ ചട്ടലംഘനം ഇവിടെ ഓൾറെഡി സംഭവിച്ചു. നിയമം വയലേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ മറുകരാറ് കൊടുക്കരുത്, നിർമ്മാണ പ്രവർത്തനം നടത്തരുത്, ഇങ്ങനെ ഉൾപ്പെടെയുള്ള കുറേ നിയമ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് മറുകരാറ് കൊടുത്തപ്പോൾ ചട്ടലംഘനമായി. നഗരസഭയുടെ അനുമതി ഇല്ലാതെ ബിൽഡിംഗ് പണിതപ്പോൾ ചട്ടലംഘനമായി. അതിനകത്ത് നിരവധിയായ ബിൽഡിംഗ് നഗരസഭയുടെ നമ്പർ ഉള്ളത് നമ്പർ ഇല്ലാത്തതുമായ ബിൽഡിംഗ് ഉണ്ട്. നഗരസഭയുടെ ഈ പട്ടണത്തിനകത്ത് ഒരു ബിൽഡിംഗ് വെച്ചാൽ നഗരസഭ നമ്പർ ഇടണം. നഗരസഭയുടെ ആയാലും സ്വകാര്യ വ്യക്തിയുടെ നമ്പർ ഇടണം. നമ്പർ പോലും ഇല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ബിൽഡിംഗ് പണിത് വെച്ചേക്കുവാണ്. ഇതെല്ലാം കരാറുകളുടെ ലംഘനമാണ്. ചിൽഡ്രൻസ് പാർക്കുമായി ബന്ധപ്പെട്ട ഈ കരാർ റദ്ദാക്കണോ വേണ്ടയോ എന്നുള്ള അജണ്ടയായിരുന്നു നഗരസഭാ കൗൺസിലിൽ ചർച്ച ചെയ്തത്. പക്ഷെ നഗരസഭാ കൗൺസിലിലെ LDFും BJP ഒക്കെ ഇതിൻ്റെ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ പോലും നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ചെയർപേഴ്സൺ തീരുമാനം പ്രഖ്യാപിച്ചത് ഈ കരാറുമായി മുന്നോട്ട് പോകുമെന്നാണ്. കാരണം UDF അംഗങ്ങളുടെയൊക്കെ വലിയ പിന്തുണയാണ് ഈ കരാറിനുള്ളത്. അതുകൊണ്ട് ഈ കരാറുകാരൻ 20 വർഷത്തേക്ക് എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കരാറുകാരനെ തുടർന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ പാർക്ക് നിർത്തിയേക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. ആകെ നഗരസഭയിലുള്ള പാർക്ക് എന്ന് പറയുന്ന ഇതേ ഉള്ളൂ. പാർക്കുമായിട്ട് ചർച്ച ചെയ്തു. ഇപ്പൊ മുൻ കൗൺസിലാണ് കൊടുത്തത്, നമ്മളാരുമല്ല. 2020 2040 വരെ 20 വർഷത്തേക്കാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഉദ്യോഗസ്ഥർ അനധികൃതം കണ്ടിട്ടുണ്ട്. നിലവിൽ കണ്ടെത്തിയിട്ടുള്ള അനധികൃത നിർമ്മാണങ്ങൾ ഉണ്ടെങ്കിൽ സ്വന്തം നിലയിൽ പൊളിച്ചു മാറ്റി നഗരസഭയിൽ രേഖാമൂലം അറിയിക്കണം. നിലവിലുള്ള കരാർ തുടർന്നു പോകുന്നതിന് കൗൺസിൽ തീരുമാനിക്കുന്നു. ചെയർപേഴ്സന്റെ ഈ തീരുമാനം പാസ്സാകണമെങ്കിൽ BJPയുടെ പിന്തുണ വേണം. അതായത് LDF അംഗങ്ങൾ ഇതിന് വിയോജനക്കുറിപ്പ് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി BJPയുടെ വിയോജനക്കുറിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഈ തീരുമാനം പാസ്സാകില്ല. ഇപ്പോ അവർ ചെയ്തിട്ടുള്ളത്, BJP പ്രത്യക്ഷത്തിൽ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ കരാർ പുതുക്കുന്നതിനെതിരാണെന്നാണ്. വിയോജനക്കുറിപ്പ് കൊടുക്കുമോ എന്നറിയില്ല. എന്തായാലും UDF അവരുടെ ഏകപക്ഷീയമായ നിലപാടിലൂടെ ഈ കൗൺസിൽ ഇത് പാസ്സാക്കുന്നു എന്ന് പ്രഖ്യാപിച്ച് ചെയർപേഴ്സൺ ഇറങ്ങിപ്പോവുകയായിരുന്നു.
ഞങ്ങൾ അതിനെ ശക്തമായി എതിർക്കുന്നു. കരാർ പുതുക്കാൻ പാടില്ല, കരാർ റദ്ദു ചെയ്യണം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അംഗങ്ങൾ ഞങ്ങൾ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ BJP കൗൺസിലർമാരും കൂടി വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയാൽ ഇത് ഈ കൗൺസിൽ ഈ അജണ്ട പാസ്സാവില്ല. അവർ പ്രസംഗിച്ചപ്പോൾ ഞങ്ങൾ എതിരാണ്, വാക്കിലൊതുക്കി പ്രവൃത്തിയിൽ സഹായിക്കലാണ്. ഉപസമിതി കൂടിയപ്പോഴും യഥാർത്ഥത്തിൽ BJP കരാറുകാരനെ സഹായിക്കുന്ന സമീപനമാണ് എടുത്തത്. ഇപ്പോൾ വിയോജനക്കുറിപ്പ് കൊടുത്താൽ ഇടതുപക്ഷത്തിന്റെ വിയോജനക്കുറിപ്പ് ഉറപ്പായി ഉണ്ടാവും. BJPയും കൂടെ കൊടുത്താൽ ഈ കൗൺസിൽ ഈ അജണ്ട പാസ്സായില്ല, മറിച്ച് BJP അനുകൂലിച്ചാൽ അജണ്ട പാസ്സാവുകയും. പക്ഷെ BJP അംഗങ്ങളോട് നിങ്ങൾ വിയോജനക്കുറിപ്പ് കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ കൊടുക്കില്ല അല്ലെങ്കിൽ വിയോജനക്കുറിപ്പ് കൊടുക്കും എന്ന് പറയാൻ BJPക്ക് സാധിക്കുന്നില്ല. അവർ തന്നെ പറയുന്നുണ്ട് ഇത് അഴിമതിയാണ്, ഇതിൽ ചട്ടലംഘനമുണ്ടെന്ന് BJP പറയുന്നുണ്ട്. പക്ഷെ BJP അംഗങ്ങൾക്ക് വിയോജനക്കുറിപ്പ് കൊടുക്കുമെന്ന് പറയാൻ തറപ്പിച്ച് പറയാൻ സാധിക്കുന്നില്ല. ആ ചോദ്യത്തിന് ആവർത്തി ചോദിക്കുമ്പോഴും പാർട്ടി ആലോചിക്കും, പാർട്ടിയോട് ആലോചിക്കുന്ന മറുപടിയാണ് BJP ഈ കാര്യത്തിൽ പറയുന്നത്. BJPക്ക് ശക്തമായ എതിർപ്പുണ്ട്, BJPക്ക് ശക്തമായ നിലപാടുണ്ട്. BJP അഴിമതിക്കെതിരാണ്. വിയോജനക്കുറിപ്പ് പാർട്ടിയുമായിട്ട് ആലോചിച്ച് തീരുമാനിക്കും. അത് ഞങ്ങൾ പാർട്ടിയുമായിട്ട് ആലോചിച്ച് തീരുമാനിക്കും. വേറൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. അതെ, ആ അവസരം ഞങ്ങൾ ഉപയോഗിക്കും. അത് പാർട്ടിയുടെ കാര്യം. ഉള്ളൂ. ഇപ്പൊ ഞങ്ങൾ ശക്തിയുക്ത അത് എതിർത്തിട്ടുണ്ട്. അത് പാർട്ടിയുടെ. തിരുവല്ല നഗരസഭയുടെ കീഴിലുള്ള ചിൽഡ്രൻസ് പാർക്കിനെ പറ്റിയുള്ള വിവാദത്തെ പറ്റി നിങ്ങൾക്കൊരു ധാരണ കിട്ടിക്കാണുമല്ലോ. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതിൽ അഴിമതിയുണ്ടോ ചട്ടലംഘനമുണ്ടോ എന്നുള്ള കാര്യം. എന്തായാലും UDF ഭരണസമിതി ഈ കരാറുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. LDF പറയുന്നത് അങ്ങനൊരു തീരുമാനമായി നഗരസഭാ കൗൺസിൽ മുന്നോട്ട് പോയാൽ ശക്തമായ സമരമായി മുന്നോട്ട് പോകുമെന്നാണ്. ക്യാമറമാൻ അഖിലേഷ് കുടുംബോടൊപ്പം സുജി T ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.